സുഹൃത്തുക്കളെ. അപ്പോൾ ഒന്ന് ഞങ്ങൾ നാലാളും നമ്മളെ എല്ലമല സീഫ്രം ആ റൂട്ടിലോട്ട് അവിടുത്തെ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുക കേട്ടോ. അപ്പോൾ മൂലക്കാട് എന്നുള്ളൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോണ വയ്യാട്ടോ. അപ്പോൾ റോഡൊക്കെ ഭയങ്കര മോശമായ റോഡാണ്. ചെറിയ വണ്ടി കൊണ്ടൊന്നും പോകാൻ കഴിയില്ല, കാരണം ഞങ്ങൾ ഓട്ടോറിക്ഷ കൊണ്ടാണ് വന്നിരിക്കണേ. റോഡിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കണേ, ഭയങ്കര വലിയ വലിയ ബോൾഡറിങ്ങുള്ള റോഡുകളാണ്. ഇതിൽ ഓഫ് റോഡ് ജീപ്പ് അങ്ങനത്തെ വലിയ വെഹിക്കിളിൽ മാത്രമേ പോകാറുള്ളത്, ചെറിയ വണ്ടി പോലും പോകില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ നിർത്തിയിട്ട് ഒന്ന് മൂത്രയിച്ച് ഇതാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങൊക്കെ ഞാൻ ജസ്റ്റ് അവിടെ എത്തിയിട്ടൊന്ന് കാണിച്ചു തരാം. ബൈക്കുമ്മ കേട്ടോ, വില എല്ലാം കഴിച്ചിലായി. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടോ. റോഡ് ഭയങ്കര മോശമാണ്, ഇത്രത്തോളം മോശമാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഏതായാലും വന്ന് ഒടുങ്ങി പറഞ്ഞമാതിരി വണ്ടി കയറ്റി കുടുങ്ങി. ഭയങ്കര മോശമാണ് റോഡിൻ്റെ അവസ്ഥ നോക്കണെങ്കിൽ. ഓഫ് റോഡ് അല്ലാതെ ഒരു വണ്ടി ഇതിൽ പോകില്ല അല്ലേ റഹ്മാനെ? അല്ലേ? കഴിഞ്ഞു. അതെ, എൻ്റെ സുഹൃത്തുണ്ട് കേട്ടോ, റഹ്മാനാണ്. ജാൽവാസിൻ്റെ സുഹൃത്തും ക്ലാസ്മേറ്റും ഒക്കെയാണ്. ഓല് ബൈക്കുമ്മ വന്ന് നമ്മളത്തെ ഒരു ഫാൾട്ട് എത്തിയത് ബൈക്കുമ്മ പോകുന്നില്ല അല്ലേ? അല്ലേ? അതെ, ബൈക്കാന്ന് ചോന്നുകൂടി പെർഫെക്റ്റ് ആയിരുന്നു. അതെ 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 അതെ. മൂലക്കാട് ടൗൺ എത്തിയിട്ട് ഏതാണ്ട് ഒരു ഒറ്റപ്പെട്ട പ്രദേശം. അപ്പം പറഞ്ഞാൽ ഒരു എമർജൻസി കേസ് വന്ന് നമ്മൾ ആകെപ്പെട്ടു. റോഡിൻ്റെ ഒരു അവസ്ഥയൊക്കെ ഞങ്ങൾ അപാര കല്യാളാണ്. ചെറിയ വണ്ടിയൊന്നും നടക്കില്ല, ജീപ്പ്. അതെ, മെയിൻ ജീപ്പിനുള്ള ഈ ഏരിയക്കാരുടെ കയ്യിലുള്ള നേരെ മലൻ്റെ തായ്വാരാട്ടോ. നമ്മളെത്തിയില്ല. അപ്പോൾ കുറച്ച് നടക്കാൻ പെടുന്ന വണ്ടി കയറ്റി കഴിഞ്ഞാൽ തിരിച്ച് പിന്നെ വണ്ടി കൊണ്ടുപോകാൻ കഴിയില്ല എനിക്ക്. ആ അവസ്ഥയിലേക്കാണ്. ഈ കാണുന്നത് ഇവിടുത്തെ മസ്റ്ററാട്ടോ. രാവിലെ ജോലിക്കാർ വന്ന് ഇവിടെ സൈൻ ചെയ്ത് പോകണം. ഏത് വഴിക്ക് പോയാലും ഇതുപോലത്തെ അരുവികൾ കാണട്ടോ. കാരണം അങ്ങനെ മേലെ അങ്ങനെ ഫുള്ള് മലകളാണ്. ഈ ലൈൻസൊക്കെ കിടക്കണമൊക്കെ നിങ്ങൾ അതിൻ്റെ നടുവിലൊക്കെ ഒരു മരം മുളച്ചുണ്ടാക്കിക്കണേ. അതൊക്കെ ഈ ഒരു പ്രദേശം ഒറ്റപ്പെട്ട് കിടക്കണോണ്ടേ ഇതിലേക്ക് ആദ്യം പണ്ടത്തെ ലൈൻസുകളാണ് തോന്നുന്നു, ഒരാൾ മനുഷ്യനും ഇല്ല. അപ്പോൾ ആ മരം അത്രത്തോളം വളർന്നിക്കെന്ന് വെച്ചാൽ ആലോചിച്ചേക്ക് എത്ര കാലം മുന്നേ ഒഴിവാക്കിയതായിരിക്കും. പാടികളൊക്കെയാണ് പുല്ല് മൂടിയിട്ട് ആൾ താമസമില്ലാത്തൊരു ഗ്രാമം കേട്ടോ. കിടക്കണൊക്കെയാണ് ഓരോ ലൈൻസുകളൊക്കെ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന ഏരിയ തോന്നുന്നു. ഇപ്പോൾ ഒരാളും മനുഷ്യനുമില്ല, അത്ര സ്ഥിതിയിലാണ് കിടക്കുന്നത്. ഒരുപാട് പാടികളുണ്ട് ഇവിടെ. നല്ലൊരു വ്യൂ കേട്ടോ. നേരെ മേലെ മലകളാണ്, അതിൻ്റെ താഴ്വാരത്താണ് ഈ പാടികൾ കിടക്കുന്നത്. മലൻ്റെ അപ്പുറമല്ലേ? അതെ 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 അതെ. ഈ കാണുന്ന മല ഉണ്ടല്ലോ, ഇതിൻ്റെ അങ്ങേ സൈഡ് അറിയുന്ന നടുവട്ടം വരും കേട്ടോ. നമ്മൾ നടുവട്ടം ചുരം കയറൂലേ, അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന മലയാണിത്. അതിൻ്റെ തായ്വാരാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രദേശങ്ങൾ. ഇതാണ് ഗ്രാമങ്ങൾ കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അടിപൊളി ഏരിയ. അപ്പോൾ ഈ കാണുന്ന ഏരിയക്കും പണ്ട് വീടുണ്ടായിരുന്നുണ്ടാ മൂപ്പര് പറയുന്നത്. வர வழியில பெங்களா ஒன்று பார்த்தோம். அது சதன், அதுதான் மஞ்சள் அம்மா தான் அங்கே இருக்கும். அம்மா இருக்கு. அவர் ஓனரா கல்கத்தாவிலேருந்து வருவோம். வருவாங்களா? இறந்து போச்சா? யார் இருக்குது பாங்க, வேற ஆளுக்கு எடுத்துருக்கேன். ரிலீஸ் போட்டிருக்கலாம்ல. ഇതെല്ലാം അവങ്ങൾക്കുള്ളതാണ്. ഞാൻ മൂലക്കാട് ലൈൻസുകൾ കേട്ടോ. നോക്കാൻ നിങ്ങൾ ഇപ്പോൾ 14 കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞത്. കണി ഇപ്പോൾ ഏതാണ്ട് ഇവിടെ നിൽക്കണത് ഭയങ്കര ഇടങ്ങാറ് കേട്ടോ. നമ്മൾ ഏരിയൻ്റെ കാര്യമൊന്നുമല്ല. പണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്നൊരു നാടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ
വെറും വിരലിൽ എണ്ണാൻ മാത്രം കുടുംബങ്ങൾ മാത്രമുള്ളൂ ഇവിടെ താമസിക്കുന്നത്. ഒന്ന് നോക്കണം നിങ്ങൾ. ഇതൊക്കെയും പണ്ടത്തെ ബാത്റൂമുകളാണ്. ഈ ലൈൻസിൽ നമ്മളവിടുത്തെ മാതിരി അറ്റാച്ച്ഡ് ബാത്റൂമില്ല. അതുകൊണ്ട് പുറത്ത് പൊതുവായിട്ടൊന്ന് ബാത്റൂമുകൾ കിട്ടിയെന്ന് നോക്കണേ. ഒക്കെയും കാട് കയറിക്കണേ. നല്ല അടിപൊളി ലൊക്കേഷൻ കേട്ടോ. ഒന്ന് നോക്കണം നിങ്ങൾ. അടിപൊളി ഏരിയ. അതിൻ്റെ താഴ്വാരത്ത് നോക്കണേ നല്ല ആ പുഴ, നേരത്തെ ഞാൻ പറഞ്ഞ ആ പുഴകൾ ഒഴുകിപ്പോണ ഒരു ഏരിയ. ഇവിടേക്കും പാടികളും കോട്ടേഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് പാറകൾ വന്ന് അടിഞ്ഞിരിക്കണം. ഇതിലേക്ക് ഇരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ ഈ ഏരിയയിലൊന്നും. അറുപത്തിമൂന്ന് വയസ്സ് ഇங்கே എസ്റ്റേറ്റിൽ അതാ വില. പെർമനൻ്റ് മുടിഞ്ഞാ നല്ല ഒരു കണക്കുള്ള നായിട്ടോ. എവിടെ പോയാലും നമ്മളെ കൂടെ ഉണ്ടാവും ഇതേമായി. നമ്മൾ മൂലക്കാട് പള്ളിക്ക് എത്തിയിട്ടോ പോലെ നാട്ടിലുള്ളത്. ഇത് വീടുകളാണ്. ഈ സൈഡ് മൊത്തം വീടുണ്ട്. ഈ ബാക്ക് സൈഡ് ഈ ലൈൻസൊക്കെ നോക്കണമെങ്കിൽ കല്ലുകൊണ്ട് കിട്ടിയ ലൈൻസാണ് കേട്ടോ. ഓരോ ലെൻസിൽ ഈ 2 ഫാമിലി മാത്രമേ ഉള്ളൂ എന്നാണ് താഴ്ന്ന് നമ്മൾ കണ്ട ആൾ പറഞ്ഞു. പള്ളി ഇതെന്താണാവല്ലേ? കൊട്ടായ അങ്ങനെ ഫുള്ള് കല്ലുകളല്ലേ. കല്ലിന് കളിയാണ്. വള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. വിൽക്കുന്നു എവിടെ നോക്കിയാലും വെള്ളം കാര്യങ്ങളൊക്കെയാണ്. ഒരു അടിപൊളി ഗ്രാമം കേട്ടോ. നോക്കാം നിങ്ങൾ. ലൈൻസുകളൊക്കെ കിടക്കണേ. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഫുള്ള് കല്ലോണ്ട് കേട്ടോ അല്ലേ. ഫുള്ള് കല്ലോണ്ടാണ് ഈ ലൈൻസ്. ഒരു പരിപാടി ഇല്ല. ഫുള്ള് എൻ്റെ യാർഡ് മുറ്റയ്ക്ക് വരെ കല്ലോണ്ട് തന്നെ ഇട്ടിക്കണത്. നോക്കണേ. ഇതിലൊന്നും ആൾ താമസമില്ല കേട്ടോ. കരിയും കല്ലുകൊണ്ടാണ് ഇതിലേക്കും കെട്ടിയത്. ഇതിൻ്റെ ഏത് വശത്ത് പോയാലും നല്ല കാണാൻ നല്ല മനോഹരം കേട്ടോ. പുലിയും കടുവയ്ക്ക് ശ്രദ്ധിച്ച് പോകണം. ഹോസ്പിറ്റലിൽ താഴെയാണ്. പോയി ആളുകൾ താമസിക്കും. നല്ല അരുവി കേട്ടോ. ആ മലയിൽ നിന്ന് വരുന്ന അരുവി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ.